തൃശ്ശൂരിൽ ATM കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചു. കഴിഞ്ഞ മാസം 27-നാണ് തൃശ്ശൂരിലെ 3 ATMകളിൽ നിന്നായി 65 ലക്ഷം രൂപ പ്രതികൾ കവർന്നത്. തമിഴ്നാട് പോലീസ് നാമക്കലിൽ നിന്നും പിടികൂടിയ പ്രതികളെ കേരള പോലീസിന് കൈമാറുകയായിരുന്നു. ശ്യാം പ്രസാദ് ഉത്തമനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ശ്യാം, കൊടും ക്രിമിനലുകൾ അങ്ങ് ഉത്തരേന്ത്യയിൽ നൂഹു ഗ്രാമത്തിലെ കൊടിയ ക്രിമിനലുകളാണ് ഇവർ. ആ നിലയ്ക്ക് ഇവരെ തെളിവെടുക്കുമ്പോൾ വളരെ നിർണായകമായ തെളിവുകളാണ് ശേഖരിക്കേണ്ടത്. ATMകളിലെ വിരലടയാളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവർ വന്ന് പോയതിൻ്റെ മറ്റ് സാങ്കേതിക വിദ്യകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവർ ആസൂത്രിതമായി ഈ മോഷണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ തെളിവെടുപ്പ് വളരെ പ്രധാനമല്ലേ? എല്ലാവരെയും എത്തിച്ചോ അവിടേക്ക്? പ്രതീക്ഷ, പ്രധാനപ്പെട്ട 4 പ്രതികളെയാണ് അല്പം മുമ്പ് ഇവിടെ ഈ ഷൊർണൂർ റോഡിലുള്ള ഈ SBIയുടെ ATMന് മുന്നിലേക്ക് എത്തിച്ചത്. അതിൽ ഈ ATM തകർക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിൽ ഈ CCTV തകർക്കാൻ വേണ്ടി സ്പ്രേ അടിച്ച ആളുൾപ്പെടെ 4 പേരെയാണ് ഇവിടെ എത്തിച്ചത്. ഇവർ 5 പേരാണ് ഈ കാറിൽ, അതായത് ഇവർ 26-നാണ് കേരളത്തിലേക്ക് വരുന്നത്. ആ കാറ് ഈ കുതിരാൻ കഴിഞ്ഞ് അവിടെ നിന്ന് മണ്ണൂത്തിക്കടുത്ത് മണ്ണൂത്തിയിൽ വെച്ചാണ് ഇവർ കാറ് കണ്ടെയ്നർ ലോറിയിൽ നിന്നും ഇറക്കുന്നത്. അതിനുശേഷം പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ മാപ്രാണത്തേക്ക് വരുന്നത്. മാപ്രാണത്തെ കവർച്ചയ്ക്ക് ശേഷമാണ് തൊട്ടടുത്ത SBIയുടെ ഈ കാണുന്ന ഈ SBI ATMൽ ഇവർ കവർച്ചയ്ക്കെത്തുന്നത്. ഈ ATM കവർച്ചയിൽ ഈ കാണുന്ന CCTV ഉണ്ട്. ഈ CCTVയിൽ കറുത്ത പെയിൻ്റ് അടിച്ച ശേഷം ഇതിനകത്ത് കയറി ഇത് തകർക്കുകയായിരുന്നു. ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തതിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. പ്രതികൾ കുറ്റസമ്മതം പൂർണ്ണമായിട്ടും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെയാണ് ഇന്ന് പോലീസ് ഇവർ 4 പേരും എത്തി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ തെളിവെടുപ്പ് ഏകദേശം പൂർത്തിയായി. ഇതിനുശേഷം ഇവർ ആയുധങ്ങളും മറ്റും കൊണ്ടുവന്നിരുന്നു. ഈ ആയുധങ്ങൾ ഒളിപ്പിച്ച ഇടത്തേക്കാണ് പോലീസ് പോകുന്നത്. തൃശ്ശൂർ ഈസ്റ്റ് പോലീസാണ് ഇത് സംബന്ധിച്ച് തെളിവെടുക്കുന്നത്. പ്രത്യേക വാനിൽ എല്ലാ പോലീസ് സുരക്ഷയോടുകൂടിയാണ് പ്രതികളെ ഇങ്ങോട്ടേക്ക് ഇറക്കിയത്. അതിനുശേഷം ഈ ATMനകത്ത് എങ്ങനെയാണ് ഇവർ കൊള്ള നടത്തിയത്, അതിന് ഉപയോഗിച്ച ആയുധങ്ങൾ, അക്കാര്യങ്ങളെല്ലാം തന്നെ പ്രതികൾ വിശദമായി ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നു. അക്കാര്യങ്ങൾ ഇന്ന് ഇവിടെ പോലീസിന് മുൻപാകെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഒരു ജനക്കൂട്ടവും ഉണ്ടായിരുന്നു. അതിനുശേഷം തൊട്ട് അടുത്ത ആയുധങ്ങൾ ഉപേക്ഷിച്ച കോലഴി എന്ന പ്രദേശത്തേക്കാണ് പോലീസ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ശ്യാം, ഈ കേസിലെ പ്രതികൾ കുറ്റകൃത്യങ്ങളിൽ പ്രബലന്മാരായതുകൊണ്ട് തന്നെ എവിഡൻസ് ശേഖരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്തവണ്ണം ഇവരെ പൂട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിരലടയാളം, മറ്റ് സാങ്കേതികമായിട്ട് ലഭ്യമായിട്ടുള്ള മറ്റ് തെളിവുകളൊക്കെ തന്നെ ശേഖരിക്കണം. അങ്ങനെ തുടക്കത്തിൽ പ്രതികൾ സഹകരിച്ചിരുന്നില്ല. ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയ ശേഷം എങ്ങനെയാണ് ഈ ആസൂത്രണം സംബന്ധിച്ചും അവിടേക്ക് എത്തുന്ന രീതികൾ, ഈ 3 ATMകളിലേക്ക് കവർച്ചയ്ക്കായി പോയ രീതികൾ, ഇതൊക്കെ തന്നെ അവർ വിവരിച്ച് കൊടുക്കുന്നുണ്ടോ പോലീസിനോട്? ഇതിൽ പലപ്പോഴും പല ഘട്ടത്തിലും പല ചോദ്യങ്ങളോടും ഇവർ പ്രതികരിക്കുന്നില്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വിശദമായ ചോദ്യം ചെയ്യലിൽ ഒടുവിലാണ് ഇവർ ഈ കുറ്റസമ്മതം നടത്തിയത്. അതിന് പിന്നാലെയാണ് ഈ ATM. ഇവർ പ്രധാനമായിട്ടും 7 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. അതിനുശേഷം മറ്റൊരാൾ ഇപ്പോൾ വെടിയേറ്റ് അയാളുടെ കാല് മുറിച്ചു മാറ്റി അയാൾ ചികിത്സയിലാണ്. അതുകൂടാതെ മറ്റൊരാൾക്ക് കൂടി പരിക്കുമുണ്ട്. ഈ നിലവിൽ ഇവിടുത്തെ കവർച്ചയിൽ പ്രധാനമായിട്ടും പങ്കെടുത്തിരുന്ന 4 പേർ, മറ്റൊരാൾ കാർ ഓടിക്കുകയായിരുന്നു. ആ കാറ് ഈ ATMന് വട്ടം കുറുകയിട്ടാണ് ഈ കവർച്ച നടത്തിയത്. പുലർച്ചെ 3 മണി സമയത്താണ് നമുക്ക് ഈ കാണുന്ന ഷൊർണൂർ റോഡിലുള്ള ഈ ATMൽ കവർച്ച നടക്കുന്നത്. ആ ഘട്ടത്തിൽ ഇവിടെ ആളുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഈ SBIയുടെ ATMനകത്തേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഒരു CCTV ഉണ്ട്. ഈ CCTVയിൽ കറുത്ത പെയിൻറ്റ് അടിച്ച ശേഷം സ്പ്രേ ചെയ്ത ശേഷമാണ് ഇതിനകത്തേക്ക് ഇവർ പ്രവേശിക്കുന്നത്. അതും വ്യക്തമാണ്. ഈ അകത്ത് പ്രവേശിച്ച ശേഷം ഇതെങ്ങനെയാണ് തകർത്തതെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് വിശദീകരിച്ചു. എന്തായാലും ഈ വിരലടയാളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിൽ 2 പ്രതികളുടെ വിരലടയാളം പോലീസിന് കൃത്യമായി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വിശദമായ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ അത് പോലീസ് കൃത്യമായി ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വ്യക്തമായി ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയത്. അവർ അക്കാര്യങ്ങൾ പോലീസിനോട് വ്യക്തമാക്കി. ഈ ആയുധങ്ങൾ ഇവർ കോലഴി എന്ന പ്രദേശത്ത്